ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ലൈവില് ഇൻട്രോയില് നേരിട്ട് തന്നെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് ഇത്ര നാളെന്താ വരായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ചെറിയൊരു ചമ്മൽ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്. അത് എനിക്കും ഉണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയെടുക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള ചമ്മല്, അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലുള്ള വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എല്ലാവരും നിങ്ങൾ മാറ്റിയെടുക്കുക. അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട്, നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഇതെല്ലാം നമുക്ക് ഇഷ്ടമാണ്. ഒരുപാട് നല്ലതാണ് നമ്മുടെ വെജിറ്റബിൾസ്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, നമ്മുടെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അല്ല, ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് നമ്മുടെ കോളിഫ്ലവർ. അപ്പൊ നമ്മുടെ ഈ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഈ കോളിഫ്ലവർ കൊണ്ട് നമ്മൾ നല്ല സംഭവം ഉണ്ടാക്കാൻ പോവാ, നല്ല കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എനിക്കൊരു ലൈക്ക് തരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനല് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തുടർന്നുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോരോ വീഡിയോസും ഇടുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രോത്സാഹനങ്ങൾ എനിക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പൊ എല്ലാവരും തുടർന്നും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ എടുത്ത് അതിന്റെ പിൻഭാഗത്തുള്ള അതായത് ലീഫുകളെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി സൂപ്പർ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഫ്ലവർ ഓരോരോ പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അതിന്റെ ഓരോ തണ്ടുകളാക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് വേർതിരിച്ചെടുക്കുക. ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ സ്കിപ്പ് ചെയ്ത് പോകരുതേ. അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് തരാനായിട്ട് അവസാനത്തേക്ക് വെച്ചേക്കരുതേ. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്, മറവി മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ കോളിഫ്ലവറിന്റെ ഓരോ പീസുകളും ഒന്നും കൂടി നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഉൾഭാഗം നന്നായിട്ട് വറവോട് കൂടി കിട്ടാനാണ്. അത്രയും ചെറുതാവുന്നോ അത്രയും നമുക്ക് ഉൾഭാഗത്തേക്ക് വറവ് കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്തോട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ പീസുകളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, എന്തെങ്കിലും കേടുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സവാള, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങ, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ് എടുത്തു വെക്കുക. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതെല്ലാം നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്ത് നന്നായി കഴുകി സൂപ്പറാക്കി വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ മിക്സിയിലിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ കോളിഫ്ലവറിന്റെ പീസുകളാണ്. ഇത് നമ്മൾ ഒരു പാത്രത്തിലോട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ പച്ചക്കറി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ വളപ്പിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടല്ല നമ്മൾ കറി വെച്ച് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കൃഷിയിടങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ അധ്വാനിച്ച്, നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ നമ്മുടെ പച്ചക്കറി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇതേ സമയം അവർക്ക് പ്രത്യേക ഒരു പ്രോത്സാഹനം നൽകാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പുറത്തെ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളെ കുറിച്ചിട്ടാണ്. എത്രയൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും അതിൽ വിഷാംശങ്ങളെല്ലാം ഷുവറായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 1, 2, 3 തവണ അത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഈ കോളിഫ്ലവർ പീസുകൾ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിൽ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ നമ്മുടെ തീ കത്തിച്ച് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് നമ്മുടെ കോളിഫ്ലവറെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇതെന്തിനാന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മുടെ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷാംശങ്ങളെയും നശിപ്പിച്ച് കളയണ ഒന്നാണ് ഈ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയിലിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭക്ഷണം ആയിക്കോട്ടെ നല്ല സൂപ്പറായിട്ട് കഴിക്കാം. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ വിഷാംശങ്ങളും അതിൽ നിന്ന് നശിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനെ വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള മൈദ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കോൺഫ്ലവർ ഇതിൽ ചേർക്കണം. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള കോൺഫ്ലവർ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. രണ്ടും വെള്ള കളറായതുകൊണ്ട് തെറ്റണ്ട. ആദ്യം മൈദ പിന്നെ കോൺഫ്ലവർ. ഇനി നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ഗരം മസാലയാണ്. അതുകൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചിക്കൻ മസാലയാണ്. അപ്പം അതുകൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് ഇതിൽ ക്രിസ്പി ആയിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു മസാല തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ഇടാം. അപ്പോഴാണ് നമുക്ക് ആ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് അതിൽ കിട്ടുള്ളൂ. ഇതിലോട്ട് നമ്മൾ നേരത്തെ മുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഐറ്റംസും അരച്ച് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടുന്നതായിരിക്കും കടകളിൽ നിന്ന്. അതായാലും നമുക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്ത എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മുടെ കോഴിമുട്ടയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 1 or 2 കോഴിമുട്ട ഉപയോഗിക്കാം. ഞാൻ ഒരു കോഴിമുട്ട എടുക്കുന്നുള്ളൂ. അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് പറയാം, നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടോ മിക്സ് ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് തന്നെ ചെയ്യുക. കാരണം നന്നായിട്ട് ഇതിലേക്ക് നമ്മുടെ മുട്ട അതേപോലെ നമ്മുടെ മസാലകളെല്ലാം നമ്മുടെ കോളിഫ്ലവറിൽ പറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഇനി ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മുടെ ചെറുനാരങ്ങയാണ്. നമ്മുടെ ചെറുനാരങ്ങ ഹാഫ് ആക്കിയിട്ട് മുറിച്ച് അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ചെറുനാരങ്ങ നീര് നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വറക്കുമ്പോൾ ആ ചെറുനാരങ്ങയുടെ ടേസ്റ്റ് സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് നിർബന്ധമായിട്ടും തന്നെ ചെറുനാരങ്ങ നീര് ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സാധാരണ രീതിയിൽ ഇത് വറുത്തെടുക്കേണ്ടതിനായിട്ട് നമ്മുടെ ചീനച്ചട്ടി കയറ്റി വെച്ച് ഞാൻ ഇതിലേക്ക് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമുള്ളതല്ല. അതിനുശേഷം നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച് നമ്മുടെ കോളിഫ്ലവർ പീസുകൾ ഓരോന്നായിട്ട് നമ്മൾ എടുത്തിട്ട് ഇതിൽ ഈ തിളച്ച വെളിച്ചെണ്ണയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതപ്പം നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വറുത്ത് നല്ല ക്രിസ്പി സംഭവമായിട്ട് കിട്ടും കേട്ടോ. ഇനി ഒരു കാര്യം കൂടി, ഇത് നമ്മളിതിൽ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തിക്കും തിരക്ക് അടിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഉണ്ടയായിട്ട് ഒരു ബോൾ രൂപത്തിൽ കിട്ടും. അപ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. വല്ല ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരോ പീസുകളായിട്ട് ഇതിൽ സെപ്പറേറ്റ് തന്നെ ഇട്ട് കൊടുക്കുക. നല്ല ക്ഷമയോടെ ചെയ്താൽ മതി. സമയമെടുത്ത് തന്നെ ചെയ്താൽ മതി. എത്ര സമയം എടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുള്ളൂ. ഇതല്ലെങ്കിൽ നമ്മൾ വേഗം ഇട്ട് കഴിഞ്ഞാൽ ഒട്ടി ഒട്ടി കൂടി നിൽക്കും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഓരോ പീസുകളായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിത് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കാം. കാരണം മറ്റൊന്നുമല്ല, നമുക്കിത് നല്ല ക്രിസ്പി ടേസ്റ്റി കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ പാകത്തിനായ രീതിയിൽ നമുക്ക് വറുത്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. വറവ് കൂടി കരിഞ്ഞു പോയാലും നമുക്ക് കഴിക്കാൻ കൊള്ളില്ല. അതുപോലെ തന്നെ വറവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോളിഫ്ലവറിൻ്റെ പച്ച ടേസ്റ്റ് കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന ഈ രൂപത്തിൽ തന്നെ ഈ കളറിൽ തന്നെ നമ്മൾ ഏകദേശം വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച സവാള നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ മസാലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാല ഈ സവാളയിൽ പറ്റി പിടിക്കും വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ തിളച്ചിരിക്കുന്ന റൈസ് ബ്രാൻ ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാണ്.
നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത സവാളയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കുറച്ചധികം നേരം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വറുത്ത് വീഡിയോയിൽ കാണുന്ന ഇതേ രൂപത്തിലാക്കിയ ശേഷം വെളിച്ചെണ്ണയിൽ നിന്നും നമുക്കത് കോരിയെടുത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കോളിഫ്ലവറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ നമ്മുടെ മല്ലിയില എടുത്തിട്ട് നമ്മുടെ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഇതുകൂടി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കോളിഫ്ലവറിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ മല്ലിയിലയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം മല്ലിയില അതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കോളിഫ്ലവറും അതുപോലെ നമ്മുടെ മല്ലിയിലയും അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത സവാള വറുത്തതും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് 2 സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുകൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കണ്ടോ കോളിഫ്ലവർ ഫ്രൈ. അടിപൊളി ഐറ്റാണ്, കഴിക്കാനായിട്ട് ഏറ്റവും സൂപ്പർ ആണ്. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത്. സംഭവത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല, സൂപ്പറാണ്. നമുക്ക് ഈ സവാള കൂടുതൽ ഇതിലുണ്ട്. നമ്മുടെ ഈ സവാള കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ കാറ്ററിംഗ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ പരിപാടികൾക്കൊക്കെ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് ചിക്കന് പകരം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതൊരു കോളിഫ്ലവർ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഐറ്റം തന്നെയാണിത്. നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്കൊരു ലൈക്ക് കൂടെ തരാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.